ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ യാത്ര റിഗയുടെ സമാധാനപൂർണമായ പ്രദേശമായ കുർസിയം ഡിസ്ട്രിക്റ്റിലേക്കാണ്. നഗരജീവിതത്തിൽ നിന്ന് മാറി ഏറെ ശാന്തമായ ഈ പ്രദേശത്താണ് ഫയർ വാച്ച് ടവർ സ്ഥിതി ചെയ്യുന്നത്. ബുംബു കാൽനിൻസ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഫയർ വാച്ച് ടവറിലേക്കാണ് നമ്മുടെ യാത്ര. പച്ചപ്പിനിടയിലുള്ള ഈ വുഡൻ റൂട്ട്സിന് ഇരുവശവും മനോഹരമായ കാഴ്ചകളാണുള്ളത്. ബസ് ഇറങ്ങി കുറച്ചധികം നടക്കാനുണ്ട്. എന്നിരുന്നാലും ഈ കാഴ്ചകൾ ഏറെ ഹൃദ്യമാണ്. റിഗയുടെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് ബുംബു കാൽനിൻസ്. ഇതൊരു കുന്നാണ്. മുൻപ് സോവിയറ്റ് യൂണിയൻ കൈവശം വെച്ചിരുന്ന ഈ പ്രദേശം പിന്നീട് സാധാരണ ജനങ്ങൾക്കായി തുറന്നു നൽകി. ഇവിടുത്തെ മനോഹരമായ ആകർഷണം ഫയർ വാച്ച് ടവർ തന്നെയാണ്. അങ്ങ് അകലെയായി ഫയർ വാച്ച് ടവർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഫയർ വാച്ച് ടവറിന്റെ അടുത്തേക്ക് നമുക്ക് നീങ്ങാം. ഈ ടവർ ആദ്യകാലങ്ങളിൽ വനങ്ങളിലുണ്ടാകുന്ന തീപിടുത്തങ്ങൾ നേരത്തെ കണ്ടെത്താനായി ഉപയോഗിച്ചിരുന്ന വിലപ്പെട്ട സംവിധാനങ്ങളിലൊന്നായിരുന്നു. മരം കൊണ്ടാണ് ഈ ടവർ പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത്. സാധാരണയായി പൈൻ മരങ്ങൾ തന്നെയായിരിക്കും ഈ നിർമ്മിതിക്ക് ഉപയോഗിക്കുക. കാരണം അതിൻ്റെ കട്ടിയും കാലാവസ്ഥയെ നേരിടാനുള്ള ശക്തിയും തന്നെ. ഫയർ വാച്ച് ടവറിന്റെ ഏറ്റവും മുകളിൽ നമ്മളെത്തി. ഇവിടെ നിന്ന് നോക്കുമ്പോൾ റിഗ സെന്റർ നമുക്ക് കാണാൻ സാധിക്കും. ആകാശത്തെ തൊട്ടു നിൽക്കുന്ന പൈൻ മരങ്ങൾ ഏറെ മനോഹരമായ കാഴ്ച. ഒരു കല്ലിന്മേൽ സ്ഥാപിച്ചിരിക്കുന്ന വെളുത്ത ബോർഡ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ലാറ്റ്വിയൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഇതിൽ വിശദീകരിക്കുന്നത്. 1919 നവംബർ 1 ലാറ്റ്വിയൻ ലാറ്റ്ഗേൽ ഡിവിഷൻ കമാൻഡറായ കർണൽ ക്രുഷാനിസ് നയിച്ച സൈന്യം ഇവിടെ നിന്നായിരുന്നു റിഗ നഗരത്തെ വിമോചിപ്പിക്കുന്നതിനു വേണ്ടി ആക്രമണം ആരംഭിച്ചത്. ലാറ്റ്വിയൻ സ്വാതന്ത്ര്യത്തിന് ഏറെ സംഭാവനകൾ നൽകിയ ഈ പോരാട്ടഭൂമി ഏറെ മനോഹരമാണ്. ഇവിടുത്തെ കാഴ്ചകളും. അങ്ങനെ ഈ യാത്ര നമ്മൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.